Good morning, my dear children. Welcome to 6th standard English class. Today we can start a new story. The name of our story, Making a Mango Pickle by Bibhuti Bhushan Bandyopadhyay. He was an Indian writer in Bengali language. Our story, Making a Mango Pickle, is an extract taken from the story Padar Panchali. പദർ പാഞ്ചാലി എന്ന സ്റ്റോറിയിലെ ഒരു ഭാഗമാണ് എന്ത് നമ്മുടെ സ്റ്റോറി മേക്കിംഗ് എ മാംഗോ പിക്കിൾ. 3 മെയിൻ ക്യാരക്ടേഴ്സ് ആർ ഇൻട്രൊഡ്യൂസ് ഇൻ ദിസ് പാർട്ട്. അപ്പു, ദുർഗ ആൻഡ് ദെയർ മദർ സർബോജ്യ. ഓക്കെ. Bibhuti Bhushan Bandyopadhyay was an Indian writer in Bengali language. He was a teacher, but later he served as a traveling publicist for the Gorakhsini Sabha. Bibhuti Bhushan Bandyopadhyay ഇന്ത്യൻ റൈറ്ററാണ്. ബംഗാളി ലാംഗ്വേജിൽ എഴുതുന്ന ഇന്ത്യൻ റൈറ്ററാണ്. ഹി വാസ് എ ടീച്ചറായിരുന്നു. ബട്ട് ലേറ്റർ ഹി സെർവ്ഡ് ആസ് എ പബ്ലിസിസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്തത്. വിഭൂതി ഭൂഷൺസ് വർക്ക്സ് ആർ ലാർജ്ലി സെറ്റ് ഇൻ ബംഗാൾ വിത്ത് ക്യാരക്ടേഴ്സ് ഫ്രം റൂറൽ ലൈഫ്. His best known work is in the novel Song of the Road or Padar Panchali. Bibhuti Bhushan's work largely set in Bengal characters with rural life. ബംഗാളിലെ ഉൾപ്രദേശങ്ങളിൽ ഗ്രാമങ്ങളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥകൾ മിക്കതും. ക്യാരക്ടേഴ്സൊക്കെ ഉൾനാടൻ പ്രദേശങ്ങളിലെ കഥാപാത്രങ്ങളായിരുന്നു. ഹിസ് ബെസ്റ്റ് നോൺ വർക്ക്സ് ഇൻ ദ നോവൽ സോങ് ഓഫ് ദി റോഡ്. ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് എന്താണ്? സോങ് ഓഫ് ദി റോഡ്. അതർ നെയിം ഈസ് പദർ പാഞ്ചാലി എന്ന പേരിലും അറിയപ്പെടുന്നു. വിച്ച് വാസ് ലേറ്റർ അഡാപ്റ്റഡ് ഇൻ ടു എ ഫിലിം ദ സെയിം നെയിം ബൈ സത്യജിത് റേ. ഈ സെയിം നെയിമിൽ തന്നെ അതൊരു സിനിമയാക്കി. ഈ സോങ് ഓഫ് ദി റോഡ് പദർ പാഞ്ചാലി എന്ന പേരിൽ ഒരു സിനിമയായിട്ട് അതിനെ മാറ്റി. ദ സ്റ്റോറി Making a Mango Pickle is an extract from abridged version of Padar Panchali. Our story, Making a Mango Pickle, taken from the abridged version of Padar Panchali. പദർ പാഞ്ചാലിയിലെ ഒരു ഭാഗമാണ് നമ്മുടെ ഏത് സ്റ്റോറി? മേക്കിംഗ് എ മാംഗോ പിക്കിൾ. മേക്കിംഗ് എ മാംഗോ പിക്കിൾ written by Bibhuti Bhushan Bandyopadhyay. Look at the picture. Can you see 2 children? Are they rich? അവർ റിച്ച് ആണോ? പണക്കാരാണോ? No, they are very poor. What are they doing? They are talking about something. അവരെന്തോ സംസാരിക്കുന്നുണ്ട് അല്ലേ? What do you understand from the title? Making a Mango Pickle. From the title, we understood that it is a story about a mango pickle. ഈ ടൈറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ എന്ത്? ഇതൊരു മാംഗോ പിക്കിളിനെ പറ്റിയിട്ടുള്ള സ്റ്റോറിയാണെന്ന്. ഓക്കെ, ലെറ്റ് us check. All of you take your textbook, page number 27. It was 8 or 9 in the morning. Harihar's son was playing by himself in the open veranda of their house when Durga called out suddenly from behind the jackfruit tree in their courtyard. Appu. She had just made an appearance after having been away from home all morning. It was 8 or 9 in the morning. Time is mentioned here, 8 or 9 in the morning. രാവിലെ 8 മണിയോ 9 മണിയോ അതാണ് സമയം. Harihar's son was playing by himself in the open veranda of their house. ഹരിഹറിൻ്റെ മകനാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈ ഹിംസെൽഫ് ഒറ്റയ്ക്ക് കളിക്കുകയാണ്. ഇൻ ദ ഓപ്പൺ വരാന്ത ഓഫ് ദെയർ ഹൗസ്. അവരുടെ വീടിൻ്റെ ഓപ്പൺ വരാന്തയിൽ, തുറസായിട്ടുള്ള വരാന്തയിൽ ഇരുന്ന് കളിക്കുകയാണ്. വെൻ ദുർഗ കോൾഡ് ഔട്ട് സഡൻലി ഫ്രം ബിഹൈൻഡ് ദ ജാക്ക് ഫ്രൂട്ട് ട്രീ ഇൻ ദെയർ കോർട്ട്യാർഡ്. അറ്റ് ദാറ്റ് ടൈം ദുർഗ കോൾഡ് ഔട്ട്. ദുർഗ വിളിച്ചു. ഷീ ഈസ് സ്റ്റാൻഡിങ് ബിഹൈൻഡ് ദ ജാക്ക് ഫ്രൂട്ട് ട്രീ. അവൾ എവിടെയാണ് നിൽക്കുന്നത്? ആ ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ പിന്നിലാണ്. ഇൻ ദെയർ കോർട്ട്യാർഡ്. അവരുടെ മുറ്റത്തുള്ള ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ പിന്നിൽ ഇരുന്നിട്ടാണ് ദുർഗ വിളിക്കുന്നത്. അപ്പു. ഷീ ഹാഡ് ജസ്റ്റ് മെയ്ഡ് എൻ അപ്പിയറൻസ് after having been away from home all morning.
ഷി ഹാഡ് ജസ്റ്റ് മെയ്ഡ് എൻ അപ്പിയറൻസ്. അവൾ അപ്പം പ്രത്യക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. ആഫ്റ്റർ ഹാവിങ് ബീൻ എവേ ഫ്രം ഹോം ഓൾ മോർണിംഗ്. രാവിലെ തൊട്ട് വീട്ടിൽ നിന്ന് കാണാതെയായിട്ട് അപ്പോഴേ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ. ഈ 8 മണി 9 മണി സമയത്ത് അവൾ വന്നിട്ടുള്ളൂ. അതുവരെ അവൾ എവിടെയോ ആയിരുന്നു. ഷീ ഹാഡ് ജസ്റ്റ് മെയ്ഡ് എൻ അപ്പിയറൻസ് ആഫ്റ്റർ ഹാവിങ് ബീൻ എവേ ഫ്രം ഹോം ഓൾ മോർണിംഗ്. രാവിലെ തൊട്ട് അവളെ കാണാതെയായിട്ട് ഇപ്പോഴാണ് അവളെന്നെ കണ്ടത്. ഇപ്പോൾ അവൾ എവിടെ നിൽക്കുന്നത്? ബിഹൈൻഡ് ദി ജാക്ക് ഫ്രൂട്ട് ട്രീ. ദുർഗ വാസ് now about 11. She was thin and darker than Appu, glass bangles clinging on her arms, a none too clean sari, and wind-swept dry hair flying. Anyway, that was Durga. On her finely shaped face, her eyes shone large like her brother's. Durga was now about 11. Durga was 11 years old girl. She was thin and darker than Appu. She was thin and darker than her brother Appu. ദുർഗ എങ്ങനെയാണ്? മെലിഞ്ഞതും ഡാർക്കർ ഇരുണ്ടതുമാണ്. അവളുടെ ബ്രദർ അപ്പുവിനേക്കാളും ഇരുണ്ടതാണ്. അപ്പുവിനേക്കാളും കളർ കുറവാണ് ദുർഗയ്ക്ക്. ഗ്ലാസ് ബാംഗിൾസ് ക്ലിങ്കിങ് ഓൺ ഹെർ ആംസ്. ഗ്ലാസ് ബാംഗിൾസ് കുപ്പിവളകൾ ക്ലിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ സൗണ്ട്, കുപ്പിവള ഇളകുമ്പോഴുള്ള സൗണ്ടാണത്. ക്ലിങ്കിങ് ഓൺ ഹെർ ആംസ്. അവളുടെ കയ്യിൽ എപ്പോഴും കുപ്പിവളകളുണ്ടായിരിക്കും. എ നൺ ടു ക്ലീൻ സാരി ആൻഡ് വിൻഡ് സ്വെപ്റ്റ് ഡ്രൈ ഹെയർ ഫ്ലൈയിങ്. നൺ ടു ക്ലീൻ സാരി. അവളുടെ സാരി എന്താണ്? നോട്ട് ക്ലീൻ, അത്ര ക്ലീൻ അല്ല, നല്ല ഭംഗിയുള്ളതുമല്ല ക്ലീനും അല്ല. വിൻഡ് സ്വെപ്റ്റ് ഡ്രൈ ഹെയർ. അവളുടെ ഹെയർ എന്താണ്? ഡ്രൈ ആണ്, എപ്പോഴും പാറി പറന്ന് കിടക്കുന്ന ഡ്രൈ ആയിട്ടുള്ള ഒരു മുടിയാണ്. ഇതൊക്കെയാണ് ദുർഗയുടെ രൂപം. That was Durga. Durga was 11 years old girl. She was thin and darker than Appu. A glass bangles clinging on her arms. കൈകളിൽ എപ്പോഴും വളകളുണ്ടായിരിക്കും. നോൺ ടു ക്ലീൻ സാരി. അവളുടെ വേഷം എന്താണ്? ക്ലീൻ അല്ലാത്തൊരു സാരിയാണ്. ഹെയർ എന്താണ്? ഡ്രൈ ആൻഡ് വിൻഡ് സ്വെപ്റ്റ്. കാറ്റിങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന ഡ്രൈ ആയിട്ടുള്ള മുടിയാണ്. അവളെന്താണ്? വേഷത്തിലൊന്നും അത്ര ക്ലീൻ അല്ല, നീറ്റല്ല എന്നാണ് കാണിക്കുന്നത്. On her finely shaped face, her eyes shone large like her brother's. On her finely shaped face. അവളുടെ മുഖത്ത് എന്താണ്? ഐസ് ഷോൺ ലാർജ് ലൈക്ക് ഹെർ ബ്രദേഴ്സ്. അവളുടെ ബ്രദറിൻ്റെ പോലെ അവളുടെ കണ്ണുകളും വളരെ വലുതാണ്. What is it? asked Appu, jumping off the veranda in front of their house and coming up to her. Durga held a half coconut shell in her hands. She lowered it to show Appu its contents. Slices of tender green mango before the seed had hardened. Then, in an undertone, "Is Ma back from the guard yet?" "No," said Appu, shaking his head. "What is it?" asked Appu. When Appu saw Durga, he asked, "What is it?" Appu Durgane kandappo, "What is it?" Jumping off the veranda in front of their house and coming up to her. അവളുടെ അടുത്തേക്ക് വന്നിട്ട്, ആ വരാന്തയിൽ നിന്ന് കളിച്ചുകൊണ്ടിരുന്ന അപ്പു അവളുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് ചോദിച്ചു, "What is it?" Durga held a half coconut shell in her hand. അവളുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ഹാഫ് കോക്കനട്ട് ഷെൽ, ഒരു ചിരട്ട. കോക്കനട്ട് ഷെൽ എന്നാണ് ചിരട്ട. ഒരു ചിരട്ട അവളുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ചോദിച്ചിട്ട്, അത് ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിച്ചു, "വാട്ട് ഈസ് ഇറ്റ്?" ഇതെന്താണെന്ന് അപ്പു ചോദിച്ചു. ഷീ ലോവേർഡ് ഇറ്റ് ടു ഷോ അപ്പു ഇറ്റ്സ് കണ്ടൻസ്. സ്ലൈസസ് ഓഫ് ടെൻഡർ ഗ്രീൻ മാംഗോ ബിഫോർ ദ സീഡ് ഹാഡ് ഹാർഡൻഡ്. ഷി ലോവേർഡ് ഇറ്റ്. അവൾ എന്ത് ചെയ്തു? ആ കോക്കനട്ട് ഷെല്ലൊന്ന് താഴ്ത്തിയിട്ട് അപ്പൂന് കാണിച്ചു കൊടുത്തു. ഇറ്റ്സ് കണ്ടൻസ്, അതിലടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് കാണിച്ചു കൊടുത്തു. സ്ലൈസസ് ഓഫ് ടെൻഡർ ഗ്രീൻ മാംഗോസ് ബിഫോർ ദ സീഡ് ഹാഡ് ഹാർഡൻഡ്. സ്ലൈസസ് ഓഫ് ടെൻഡർ ഗ്രീൻ മാംഗോസ്. ടെൻഡർ മാംഗോ കണ്ണിമാങ്ങയുടെ കഷ്ണങ്ങളാണ്. ബിഫോർ ദ സീഡ് ഹാഡ് ഹാർഡൻഡ്, അണ്ടിയൊന്നും ഉറയ്ക്കാത്ത മാങ്ങ, അതായത് കണ്ണിമാങ്ങയുടെ കഷ്ണങ്ങളാണ്. ദെൻ ഇൻ എൻ അണ്ടർടോൺ, "ഈസ് മാ ബാക്ക് ഫ്രം ദ ഗാർഡ് യെറ്റ്?" അവളൊന്ന് സൗണ്ട് കുറച്ചിട്ട് ചോദിച്ചു, "ഈസ് മാ
ബാക്ക് ഫ്രം ദ ഗാട്ട് എറ്റ്. ഗാട്ട് കുളിക്കടവ്. കുളിക്കടവിൽ നിന്ന് അമ്മ തിരിച്ചു വന്നു എന്ന് ചോദിച്ചു. നോ സെഡ് അപ്പു ഷേക്കിംഗ് ഹിസ് ഹെഡ്. അപ്പു ആൻസർഡ് നോ. അപ്പു ഇല്ല എന്ന് മറുപടി പറഞ്ഞു. Can you fetch me a bit of oil and some salt? She asked him secretively. I will pickle these. Can you fetch me a bit of oil and some salt? Fetch കൊണ്ടുവരിക. നീ കൊണ്ടുവരുമോ? എ ബിറ്റ് ഓഫ് ഓയിൽ ആൻഡ് സം സാൾട്ട്. കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും എണ്ണയും കൊണ്ടുവരുമോ? ഐ വിൽ പിക്കിൾ ദീസ്. ഞാൻ എന്തുണ്ടാക്കാം? പിക്കിൾ ഉണ്ടാക്കാം, അച്ചാർ ഉണ്ടാക്കി തരാം ഇതുകൊണ്ട് എന്ന് ഷീ ആസ്ക്ഡ് ഹിം സീക്രട്ടീവ്ലി. സീക്രട്ടായിട്ട് സ്വകാര്യമായിട്ട് ദുർഗ അപ്പുവിനോട് ചോദിക്കുകയാണ്. ക്യാൻ യു ഫെച്ച് മീ ബിറ്റ് ഓഫ് ഓയിൽ ആൻഡ് സം സാൾട്ട്. കുറച്ച് ഓയിലും കുറച്ച് ഉപ്പും കൊണ്ടുവരുമോ എന്ന് ചോദിക്കുകയാണ്. വേർ ഡിഡ് യു ഗെറ്റ് ദം ഫ്രം ദീദി? അപ്പു വാസ് ഡിലൈറ്റഡ്. വേർ ഡിഡ് യു ഗെറ്റ് ദം ഫ്രം ദീദി? ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ചോദിക്കുകയാണ്. അപ്പു വാസ് ഡിലൈറ്റഡ് ഹാപ്പി. സന്തോഷത്തോടെ ചോദിക്കുകയാണ്. ഈ മാങ്ങകളെ, ഈ മാംഗോ പീസസ് ഒക്കെ എവിടെ നിന്നാണ് കിട്ടിയത്? മാങ്ങ എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ചോദിക്കുകയാണ്. ദേ വർ ലൈയിങ് ഓൺ ദി ഗ്രൗണ്ട് ജസ്റ്റ് അണ്ടർ ദ സിന്ദൂർ കുന്തോ ട്രീ. നൗ ഗെറ്റ് മീ എ പിഞ്ച് ഓഫ് സാൾട്ട് ആൻഡ് സം ഓയിൽ വിൽ യു? ദേ വർ ലൈയിങ് ഓൺ ദി ഗ്രൗണ്ട് ജസ്റ്റ് അണ്ടർ ദ സിന്ദൂർ കുന്തോ ട്രീ. ആ സിന്ദൂർ കുന്തോ ട്രീയുടെ അടിയിൽ കിടക്കുന്നുണ്ടായിരുന്നു ഈ മാങ്ങകളൊക്കെ. നൗ ഗെറ്റ് മീ പിഞ്ച് ഓഫ് സാൾട്ട് ആൻഡ് സം ഓയിൽ. നീ കുറച്ച് പിഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നുള്ള എന്നൊക്കെ പറയില്ലേ, ഒരു നുള്ള സാൾട്ടും കുറച്ച് ഓയിലും കൊണ്ടുപോയോ, തരുമോ ചോദിക്കണം. ബട്ട് മാ വിൽ ഗീവ് ഇറ്റ് മീ ഇഫ് ഐ ബ്രിങ് ഡൗൺ ദ ഓയിൽ പോട്ട് ഫ്രം ദ ഷെൽഫ്, റിപ്ലൈഡ് അപ്പു സ്കെയേർഡ്. ബട്ട് മാ വിൽ ഗീവ് ഇറ്റ് മീ ഇഫ് ഐ ബ്രിങ് ഡൗൺ ദ ഓയിൽ പോട്ട് ഫ്രം ദ ഷെൽഫ്. അമ്മ അറിഞ്ഞാലേ എന്നെ അടിക്കുന്ന് അപ്പു മറുപടി പറഞ്ഞു. അപ്പു സ്കെയേർഡ് പേടിച്ചിട്ട് പറഞ്ഞു എന്ത്? മാ വിൽ ഗീവ് ഇറ്റ് ടു മീ. അമ്മ എനിക്ക് തരും. എന്ത് തരും? അടി തരും. ഇഫ് ഐ ബ്രിങ് ദ ഓയിൽ പോട്ട് ഫ്രം ദ ഷെൽഫ്. ഞാൻ ഷെൽഫിൽ നിന്ന് ഓയിൽ പോട്ട് എടുത്താൽ എന്ന് പറഞ്ഞു. റൺ ഗെറ്റ് ഇറ്റ് ഫാസ്റ്റ്. ഇറ്റ് വിൽ ബി എ വൈൽ ബിഫോർ ഷീ ഈസ് ബാക്ക്. ഷീ ഹാസ് ഗോൺ ടു വാഷ് ദ ക്ലോത്ത്സ്. ഹറി അപ്പ്. റൺ ഗെറ്റ് ഇറ്റ് ഫാസ്റ്റ്. ഓടിപ്പോയിട്ട് എടുക്ക്. ഇറ്റ് വിൽ ബി എ വൈൽ ബിഫോർ ഷീ ഹാസ് ബാക്ക്. കുറച്ച് നേരം പിടിക്കും എന്ത്? അമ്മ വരാൻ. ഷീ ഹാസ് ഗോൺ ടു വാഷ് ദ ക്ലോത്ത്സ്. അവിടേക്കാണ് ഗാട്ടിലേക്ക് പോയിക്കുന്നത്. എന്തിനാണ്? ഷീ ഹാസ് ഗോൺ ടു വാഷ് ദ ക്ലോത്ത്സ്. തുണികളൊക്കെ അലക്കാൻ വേണ്ടി പോയിക്കാണ്. വരുന്നേക്കാളും മുന്നേ നമുക്ക് എടുക്കാമെന്ന് പറയാണ്. ഹറി അപ്പ്, വേഗം എന്ന് പറയണം. The shell, said Appu. Give me the shell. I will pour it into the shell. You stand by the back door and keep a lookout. The shell. Give me the shell. Shell. ആ ചിരട്ട തരൂ. Give me the shell. ആ ചിരട്ട എനിക്ക് തരൂ. I will pour it into the shell. ഞാൻ ഈ ഷെല്ലിലേക്ക്, ഈ കോക്കനട്ട് ഷെല്ലിലേക്ക് ഒഴിച്ചു കൊണ്ടുവരാം. You stand by the back door, keep a lookout. നീ ആ ബാക്ക് ഡോറിന് അവിടെ നിന്നിട്ട് നോക്കണം. എന്ത് നോക്കണം? അമ്മ വരുന്നുണ്ടോ എന്ന് നോക്കണം എന്ന് പറഞ്ഞു. മൈൻഡ് യു ഡോണ്ട് സ്പിൽ എനി ഓയിൽ ഓൺ ദ ഫ്ലോർ. ബെറ്റർ ബി കെയർഫുൾ, അതർവൈസ് മാ വിൽ നോ ഫോർ ഷുവർ യു ആർ സച്ച് എ ഗുഡ് ഫോർ നത്തിങ്. മൈൻഡ് യു ഡോണ്ട് സ്പിൽ എനി ഓയിൽ ഓൺ ദ ഫ്ലോർ. ഡോണ്ട് സ്പിൽ എനി ഓയിൽ ഓൺ ദ ഫ്ലോർ. ഫ്ലോറിൽ നിലത്ത് ഓയിലൊന്നും വീഴരുത്. അത് നീയെ ശ്രദ്ധിക്കണം. ബെറ്റർ ബി കെയർഫുൾ, വളരെയധികം ശ്രദ്ധിക്കണം. അതർവൈസ് മാ വിൽ നോ ഫോർ ഷുവർ യു ആർ സച്ച് എ ഗുഡ് ഫോർ നത്തിങ്. മാ വിൽ നോ ഫോർ ഷുവർ, അതിന് അങ്ങനെ അല്ലെങ്കിൽ എന്താണ്? മാ വിൽ നോ ഫോർ ഷുവർ, അമ്മ എന്തായാലും അറിയും. യു ആർ സച്ച് എ ഗുഡ് ഫോർ നത്തിങ് ഫെല്ലോ, നീ ഒന്നിനും കൊള്ളാത്തവനാണ്, അതുകൊണ്ട് നീ വളരെ ശ്രദ്ധിക്കണം ഓയിൽ എടുക്കുമ്പോൾ എന്ന് പറയണം. When Appu came out of the house, Durga took the coconut shell from him and expertly got the mix of the oil and salt into the mango slices. Here, put out your hand. When Appu came out of the house, Appu ആ ഓയിലും സാൾട്ടുമായിട്ട് തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്തു? ദുർഗ took the coconut shell from him. ദുർഗ ആ കോക്കനട്ട് ഷെൽ, ആ ചിരട്ട അവൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു. expertly got the mix of oil and salt into the mango slices.
ഒരു എക്സ്പേർട്ടിനെ പോലെ, ലൈക്ക് എ എക്സ്പേർട്ട്, ഒരു വിദഗ്ധയെ പോലെ അവൾ എന്ത് ചെയ്തു, അത് മിക്സ് ചെയ്യാൻ തുടങ്ങി ആ സ്ലൈസസിൻ്റെ മുകളിലേക്ക് ഓയിലും സാൾട്ടും കൂടി. ഹിയർ പുട്ട് ഔട്ട് യുവർ ഹാൻഡ്, ഇന്ന് ആ കൈ നീട്ടുകയെന്ന് പറയില്ലേ, നിൻ്റെ കൈ ഒന്ന് നീട്ടാൻ പറയണേ. ദീദി ആർ യു ഗോയിങ് ടു ഈറ്റ് ഓൾ ദ റെസ്റ്റ് യുവർ സെൽഫ്? ദീദി ആർ യു ഗോയിങ് ടു ഈറ്റ് ഓൾ ദ റെസ്റ്റ് യുവർ സെൽഫ്? ദീദി, ചേച്ചി ബാക്കിയൊക്കെ, റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ മുഴുവനായിട്ടും ചേച്ചി കഴിക്കുകയാണോ ചോദിക്കുകയാണ്. ഡു യു തിങ്ക് യു ക്യാൻ ഗെറ്റ് അസ് എ നൈസ് ചില്ലി? ഐ വിൽ ഗിവ് യു ആൻ എക്സ്ട്രാ സ്ലൈസ് ഇഫ് യു ഡു. ഡു യു തിങ്ക് യു ക്യാൻ ഗെറ്റ് അസ് എ നൈസ് ചില്ലി? കുറച്ച് ചില്ലി മുളക് പൊടിയും കൂടി കൊണ്ടുവരികയെന്ന് വെച്ചെങ്കിൽ ഐ വിൽ ഗിവ് യു ആൻ എക്സ്ട്രാ സ്ലൈസ്, ഞാൻ നിനക്ക് ഒരു എക്സ്ട്രാ സ്ലൈസ്, ഒരു കഷ്ണം കൂടി നിനക്ക് തരാമെന്ന് പറയണം. ബട്ട് ഹൗ ഷാൾ ഐ ഗെറ്റ് ഇറ്റ് ടു ദ ചില്ലീസ് ദീദി? ദേ ആർ റൈറ്റ് അപ്പോൺ ദ ഷെൽഫ്, ഐ ക്യാൻറ്റ് ഈവൻ റീച്ച് ഇറ്റ്. ബട്ട് ഹൗ ഷാൾ ഐ ഗെറ്റ് ടു ദ ചില്ലീസ്? പക്ഷെ എങ്ങനെ ഞാൻ എടുക്കും ചില്ലി, മുളക് പൊടി ഞാൻ എങ്ങനെ എടുക്കും ദീദി? ദേ ആർ റൈറ്റ് അപ്പോൺ ദ ഷെൽഫ്, അതൊക്കെ എന്താണ്, ഷെൽഫിൻ്റെ മുകളിലാണ്. ഐ ക്യാൻ ഈവൻ റീച്ച് ഇറ്റ്, എനിക്ക് അതൊന്നും തൊടാൻ പോലും സാധ്യമല്ല. ഐ ക്യാൻ ഈവൻ ടച്ച് ഇറ്റ്, അതെനിക്ക് തൊടാൻ പോലും സാധിക്കില്ല, അത്ര ഉയരത്തിലാണ് ചില്ലി പൗഡറൊക്കെ ഇരിക്കുന്നതെന്ന് പറയണം. ഡോണ്ട് ബോദർ, ഐ വിൽ ഗെറ്റ് സം മോർ മാംഗോസ് ലേറ്റർ ഇൻ ദ ഡേ. യു നോ ദാറ്റ് ദ ട്രീ ബൈ ദ പോണ്ട് there is lots and lots of budding mangoes that will fall off in the afternoon sun. Don't bother, വിഷമിക്കണ്ട. I will get some more mangoes later in the day, എനിക്ക് കുറച്ചും കൂടി മാംഗോസ് വൈകുന്നേരം കിട്ടും. You know that the tree by the pond there is lots and lots of budding mangoes that will fall off in the afternoon sun. വൈകുന്നേരത്തെ സൂര്യൻ്റെ ചൂടേറ്റിട്ട് എന്തുണ്ടാക്കും, കുറച്ചും കൂടി ബഡ്ഡിങ് മാംഗോസ് എന്ന് പറഞ്ഞാൽ കണ്ണി മാങ്ങകളൊക്കെ വീഴും, അപ്പോൾ എനിക്കത് കിട്ടും എന്ന് പറയുന്നത്. ദ ബാക്ക് ഡോർ ഓപ്പൺ വിത്ത് എ ഷാർപ്പ് ക്ലാങ് ആൻഡ് സർബോജ വാസ് ഹേർഡ് കോളിംഗ് ഔട്ട്, ദുർഗ ഓ ദുർഗ. ബാക്ക് ഡോർ ഓപ്പൺ വിത്ത് എ ഷാർപ്പ് ക്ലാങ്. അറ്റ് ദാറ്റ് ടൈം ബാക്ക് ഡോർ ഓപ്പൺ ചെയ്യണം. ഷാർപ്പ് ക്ലാങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ സൗണ്ടാണ് ഡോർ ഓപ്പൺ ചെയ്യണത്. പഴയ വീടുകളുടെയൊക്കെ വാതിൽ തുറക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടായിരിക്കില്ലേ, ആ സൗണ്ടാണ് ആ ക്ലാങ് സൗണ്ട് എന്നാണ്. സർബോജ their mother entered. Heard was calling out. മദർ എന്താണ്, വിളിക്കുകയാണ്. ദുർഗ ഓ ദുർഗ, ദുർഗേനെ വിളിക്കണ ഒരു സൗണ്ടാണ് നമ്മൾ കേട്ടത്. Let us stop here. 3 main characters. We saw 3 main characters. ദുർഗ, അപ്പു ആൻഡ് സർബോജ. 3 ക്യാരക്ടേഴ്സിനെ നമ്മളിവിടെ കണ്ടു. Okay, let us stop here. All of you read this part 3 times. Write the new words in your notebook. Okay, next class we continue our story. All of you read the story 3 times. All of you read our story 3 times. Write the new words in your notebook. Okay, thank you.